സോ ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. അക്ബർ ഇസ് റിലേറ്റഡ് ടു ദ ലിറ്ററേച്ചർ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 1605 അക്ബറിന് ശേഷം ദെൻ കമ്മിങ് ദ റൂളർ. ഓക്കെ, അതായത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പെയിന്റിങ്സിന് അതിന്റെ പിനക്കിളിലേക്ക് ഏറ്റവും ടോപ്പിലേക്ക് കൊണ്ടുപോയിട്ടുള്ള റൂളറാണ് ജഹാംഗീർ. 1605 മുതൽ 1628 വരെയുള്ള ഈ ഒരു കാലഘട്ടത്തിലാണ് ജഹാംഗീർ വരുന്നത്. സോ ജഹാംഗീറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് UPSC ചോദിക്കുന്നത് പെയിന്റിങ്സ് ആയിരിക്കും. ഓക്കെ, ഇതൊക്കെ എങ്ങനെയാണ് പ്രിലിംസ് എക്സാമിനേഷനിൽ യൂസ്ഫുൾ ആകുന്നത് എന്നുള്ളത് ഐ വിൽ ഷോ യു. ഓക്കെ, അക്ബറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നത് ലിറ്ററേച്ചർ ആണ്. ജഹാംഗീറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നത് എന്താണ്? പെയിന്റിങ്സ് ആണ്. അപ്പം ഇന്ത്യൻ പെയിന്റിങ്സിൽ ഒരുപാട് ട്രാൻസ്ഫോർമേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, മിനിയേച്ചർ പെയിന്റിങ്സ് കൊണ്ടുവരുന്നുണ്ട്, ഇൻഡിവിജ്വൽ പെയിന്റിങ്സ്, അതിന്റെ ഡെക്കറേറ്റീവ് സ്റ്റൈൽസ് കൊണ്ടുവരുന്നുണ്ട്, നാച്ചുറലിസം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഒരുപാട് എന്താ പറയാ ലൈക്ക് ഇന്നോവേഷൻസും റീഫോംസും ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരാളാണ് ജഹാംഗീർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച പെയിന്റേഴ്സിൽ ഒരാൾ അദ്ദേഹം തന്നെയായിരുന്നു. ഹി വാസ് എ ഗുഡ് ആർട്ടിഷ്യൻ. ജഹാംഗീറിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള പെയിന്റിങ്സ് ഇനി 8ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും ഒക്കെ NCERT-യിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതല്ലെങ്കിൽ നിങ്ങൾ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് പൂനം ദയയുടെ ഒക്കെ ബുക്ക് റെഫർ ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ പിക്ചേഴ്സ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, സോ അങ്ങനെ ജഹാംഗീർ ഇസ് ഫോർ ദ പെയിന്റിംഗ്, അക്ബർ ഫോർ ദ ലിറ്ററേച്ചർ, ജഹാംഗീർ. ഓക്കെ, അക്ബർ എന്ന് പറയുന്നത് ലിറ്ററേച്ചർ ആണ്, ജഹാംഗീർ ഫോർ ദ പെയിന്റിംഗ്. അങ്ങനെ ജഹാംഗീറിന് ശേഷം 1628 ജഹാംഗീറിനോട് കലഹിച്ചിട്ട് അധികാരത്തിലേക്ക് വരുന്ന ആളാണ് ആര്? ഷാജഹാൻ എന്ന് പറയുന്നത്. ഓക്കെ, 1628 അദ്ദേഹവുമായിട്ട് കലഹിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഷാജഹാൻ വരുന്നത്. ഓക്കെ, ജസ്റ്റ് സെക്കൻഡ്. ഓക്കെ, ഷാജഹാൻ അധികാരത്തിലേക്ക് വരുന്നു. ഓക്കെ, അങ്ങനെ ജഹാംഗീറിന് ശേഷം അധികാരത്തിലേക്ക് എത്തുന്നതാണ് ഷാജഹാൻ എന്ന് പറയുന്നത്. അപ്പൊ ഷാജഹാൻ എന്നുള്ള പേര് കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കറിയാം ഷാജഹാൻ ഇസ് വെൽ റിനൗൺ ഫോർ ആർക്കിടെക്ചർ. ഓക്കെ, ആർക്കിടെക്ചറിലാണ് ഷാജഹാന് ഏറ്റവും കൂടുതൽ സിഗ്നിഫിക്കന്റ് ആയിട്ട് നിലനിന്നിട്ടുണ്ടായിരുന്നത്. ദ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് എക്സാമ്പിൾ വാസ് ദ താജ്മഹൽ. ഓക്കെ, താജ്മഹൽ വരുന്നത്, ദെൻ ഈവൻ ലൈക്ക് റെഡ് ഫോർട്ട് ഒക്കെ വരുന്നുണ്ട്. ബട്ട് എനിവേ ദ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് വാസ് ദ താജ്മഹൽ. അപ്പം ഈ 3 പേരൊന്ന് ഓർത്ത് വെക്കുക. അക്ബർ ഫോർ ദ ലിറ്ററേച്ചർ, ജഹാംഗീർ ഫോർ ദ പെയിന്റിംഗ്, ഷാജഹാൻ ഫോർ ദ ആർക്കിടെക്ചർ. ഈ 3 പേരുടെ കാലഘട്ടത്തിൽ ഈ 3 ഏരിയയിലും വി റീച്ച്ഡ് ദ ടോപ്പ്. പിനക്കിളിൽ നമ്മൾ എത്തിയിട്ടുള്ള സമയമായിരുന്നു ഈ 3 റൂളേഴ്സിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പം ഷാജഹാൻ എന്ന് പറയുന്നത് ജഹാംഗീറുമായിട്ട് കലഹിച്ചിട്ട് അധികാരത്തിലേക്ക് എത്തിയിട്ടുള്ള ഒരു രാജാവാണ്. ദ സെയിം വേ ഷാജഹാനുമായിട്ട് കലഹിച്ചിട്ട് ഔറംഗസേബ് എന്ത് ചെയ്യുന്നുണ്ട്? അധികാരത്തിലേക്ക് എത്തുന്നു. ഔറംഗസേബിന്റെ കാലഘട്ടം ആയതോട് കൂടിയിട്ട് പിന്നീട് ഒരു ഇൻസ്റ്റബിലിറ്റി സ്റ്റാർട്ട് ചെയ്യാണ്. പിന്നീട് കണ്ടിന്യൂസ് ആയിട്ടുള്ള വാറ് കാര്യങ്ങൾ അതൊക്കെയാണ് രാജ്യത്തിന്റെ ഉള്ളിൽ നടക്കുന്നത്. അങ്ങനെ ഫൈനലി 1707 ആകുമ്പോഴേക്കും ഔറംഗസേബ് മരിക്കുന്നു. അതിനുശേഷം പിന്നീട് മുഗൾ ഡൈനസ്റ്റി ഈസ് ഓൺ എ കൊളാപ്സ്. പിന്നീട് ഒരു തകർച്ചയായിരുന്നു മുഗൾ ഡൈനസ്റ്റിക്ക്, പിന്നീട് അങ്ങ് തകർന്ന് ഇല്ലാതാവുകയായിരുന്നു. ബട്ട് എനിവേ ആ ഒരു ഡൈനാസ്റ്റിയുടെ ആ ഒരു പ്രതാപ കാലഘട്ടവും അവർ കൊടുത്ത ആ ഒരു കോൺട്രിബ്യൂഷനും കാരണം 1707 മുതൽ 1857 വരെ ഡൽഹിയിലെ ഒരു ഭരണാധികാരികളായിട്ട് നിലനിൽക്കാൻ അവർക്ക് സാധിച്ചു. കാരണം ജനങ്ങൾ അവരെ ഭരണാധികാരികളായിട്ട് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 1857 ഫസ്റ്റ് റിവോൾട്ട് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന 1857 ഒരുപാട് ആളുകൾ പങ്കെടുത്തിട്ടുള്ള ലൈക്ക് താന്തിയ തോപ്പി, നാനാ സാഹിബ്, ദെൻ ഝാൻസി റാണി, ഇവരൊക്കെ പങ്കെടുത്തിട്ടുള്ള ആ ഒരു 1857 ആ ഒരു റിവോൾട്ട് കഴിഞ്ഞപ്പം ഡൽഹിയിലെ നോട്ട് ദ ഫസ്റ്റ് 1857 ഈ ഒരു ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് കഴിയുന്ന സമയത്ത് ബഹദൂർ ഷാ എന്ത് ചെയ്യുന്നുണ്ട്? ബഹദൂർ ഷാ സെക്കൻഡിനെ മുഗൾ റൂളർ എന്ത് ചെയ്യുന്നുണ്ട്? ഡൽഹിയിലെ ഭരണാധികാരിയൊക്കെ ആയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അന്നത്തെ ആളുകൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ബഹദൂർ ഷാ സെക്കൻഡിനെ. അപ്പം അങ്ങനെ മുഗൾ റൂളർ അവിടെ വെക്കാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദ ഗ്ലോറി ആൻഡ് ദ പ്രോസ്പെരിറ്റി ദാറ്റ് ദ മുഗൾ റൂളേഴ്സ് ബ്രോട്ട് us. അപ്പം ഈ പറയുന്ന 3 മെയിൻ റൂളേഴ്സ് ഇവര് ഇന്ത്യക്ക് കൊണ്ടുവന്ന ആ ഒരു പ്രോസ്പെരിറ്റിയെ മുൻനിർത്തിയിട്ട് അതിന്റെ ഒരു ഗ്ലോറിയില് പിന്നീട് 1707 മുതൽ 1857 വരെ വീക്ക് ആയിട്ടുള്ള റൂളേഴ്സ് ആണെങ്കിൽ പോലും അവരുടെ ഒരു ഭരണം കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് മാത്രം ഒന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആണോ? ഇനി ഞാൻ ജസ്റ്റ് ഇപ്പൊ ഞാൻ ഈ ഓരോ കാര്യം പറഞ്ഞു തന്നത് എന്തിനാന്നുള്ളത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഐ വിൽ ജസ്റ്റ് ഷോ യു വൈ ഐ ഡിഡ് ദിസ്. എന്തുകൊണ്ടാണ് ഞാനത് അങ്ങനെ ചെയ്യാനുള്ള കാരണം എന്നുള്ളത്. ഇപ്പം ബേസിക് ആയിട്ട് ഈ ഒരു ജഹാംഗീറിന്റെയും അതുപോലെ തന്നെ അക്ബറിന്റെ ഒക്കെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ മാത്രം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പോലും ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. UPSC ചില സമയത്തൊന്നും
ഒരുപാട് ഡെപ്തിലേക്ക് പോവില്ല, മറിച്ച് നിങ്ങൾക്ക് കൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടോ എന്നത് മാത്രമേ ചെക്ക് ചെയ്യുള്ളൂ. നിങ്ങൾക്ക് അതിനെ കുറിച്ചിട്ട് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് അവിടെ ആ ഒരു ചോദ്യത്തിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് മാത്രം. അങ്ങനെ ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് മോർ ദാൻ ഇനഫ്. ഓക്കെ, ഞാൻ അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു ചോദ്യം നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ദിസ് വൺ ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ജസ്റ്റ് ട്രൈ ടു ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. ചോദ്യം കാണുന്നുണ്ടോ? ഓക്കെ, സോ ട്രൈ ടു ആൻസർ ദാറ്റ് ക്വസ്റ്റ്യൻ. ആൻസർ എന്താണ് വരുന്നത്? ജഹാംഗീർ ആണോ? ഓക്കെ, ജഹാംഗീർ പറയാൻ കാരണം? ജഹാംഗീർ പെയിന്റിങ്സ് ആ ഒരു എക്സാക്ട്ലി. ഓക്കെ, സോ അതായത് നിങ്ങൾക്ക് ഒരു ബേസിക് ഇൻഫർമേഷൻ മതി. പെയിന്റിങ്സിൽ കൊണ്ടുവന്നിട്ടുള്ള റീഫോംസ് കൊണ്ടുവന്നത് ആരാന്നാണ്? ജഹാംഗീർ ആണ്. സോ ദ ആൻസർ ഇസ് ജഹാംഗീർ. ഓക്കെ, അതായത് സ്പെസിഫിക് സാധനം പഠിച്ചിട്ടില്ലെങ്കിൽ പോലും ഇത് പെയിന്റിംഗിൽ വന്നിട്ടുള്ള ഇത് UPSC ഓൾറെഡി ചോദിച്ച ചോദ്യം കേട്ടോ. 2020 ചോദിച്ച ചോദ്യമാണ്, പ്രീവിയസ് ഇയറിൽ UPSC ചോദിച്ച ചോദ്യമാണ്. ദെൻ എഗെയിൻ 2022 UPSC ചോദിച്ച ചോദ്യമാണ്, സിമിലർ പാറ്റേണിൽ UPSC ചോദിച്ച ചോദ്യമാണ്. വാട്ട് ഇസ് ദ ആൻസർ ഫോർ ദിസ് വൺ? ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? മനസ്സിലായി, അക്ബർ. യെസ്, എക്സാക്ട്ലി. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് along with the information building idea is so important. UPSC പ്രിപ്പറേഷനിൽ ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് യു ഷുഡ് ഹാവ് ദ ഐഡിയ, എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഐഡിയ വേണം. സോ ഇവിടെ ലൈക്ക് ട്രാൻസ്ലേഷൻ, ദിസ് ഇസ് റിലേറ്റഡ് ടു ലിറ്ററേച്ചർ, ആൻഡ് അതിന്റെ ഏറ്റവും കൂടുതൽ ലിറ്ററേച്ചർ ട്രാൻസ്ലേഷൻ നടന്നിട്ടുള്ളത് ഡ്യൂറിങ് ദി ടൈം ഓഫ് ദി അക്ബർ ആണ്. അത് നിങ്ങൾ ഹിസ്റ്ററി ഇനി പഠിക്കുന്ന സമയത്ത് ഏതൊക്കെയാണ് അത്തരത്തിലുള്ള ലൈക്ക് ട്രാൻസ്ലേഷൻ നടന്നതെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ പഠിക്കും. ബട്ട് ആ സമയത്ത് പഠിക്കുന്ന സമയത്തും ഇങ്ങനെ കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. ദ സെയിം വേ ഇവിടേക്ക് വരുന്ന സമയത്ത് മാനുസ്ക്രിപ്റ്റ്സിന്റെ ആൽബം, ഇൻഡിവിജ്വൽ പോർട്രേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് റിലേറ്റഡ് ടു ഇമേജ് അല്ലെങ്കിൽ പെയിന്റിംഗ്. ഓക്കെ, ഇന്ന് നമ്മൾ പറയാറുണ്ട് പോർട്രേറ്റ് ആയിട്ട് എടുക്കണം എന്നൊക്കെ. ഓക്കെ, സോ ദാറ്റ് ഇസ് റിലേറ്റഡ് ടു ലൈക്ക് ദ ജഹാംഗീർ. അപ്പൊ നിങ്ങൾ നോക്കുക, തന്നിരിക്കുന്ന ഓപ്ഷനിൽ മിസ് ചെയ്യാത്ത അല്ലെങ്കിൽ ലൈക്ക് പെർമനന്റ് ആയിട്ട് കിടക്കുന്ന 3 പേര് ആരൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്ബർ ഉണ്ട്, ഷാജഹാൻ ഉണ്ട്, ലൈക്ക് ജഹാംഗീർ ഉണ്ടായിരിക്കും. ബിക്കോസ് ദിസ് 3 പേഴ്സൺസ് ആർ ദ പിനക്കിൾ. അപ്പൊ അതുകൊണ്ട് അവരെ ടച്ച് ചെയ്യാത്ത രൂപത്തിലേക്ക് പോവില്ല. ഇത് 2022 ചോദിച്ചതാണ്, ഇത് 2000 ചോദിച്ച ചോദ്യമാണ്. സോറി, 2020 ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, അതായത് സെയിം പാറ്റേണിൽ സെയിം തീമിൽ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുന്നത് യു ക്യാൻ സി. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യു ഹാവ് ടു ബിൽഡ് ദി ഐഡിയാസ് അലോങ് വിത്ത് ദ നോളജ്. അതുകൊണ്ടാണ് ഓരോ കാര്യം അതേ ഒരു പെർസ്പെക്റ്റീവില് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ട രൂപത്തിൽ ചില സമയത്ത് സ്പൂൺ ഫീഡിംഗ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, നൽകുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് റിഗാർഡിങ്. അപ്പൊ ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ഓക്കെ, ഫൈൻ, ഗുഡ്. അപ്പം അങ്ങനെ അക്ബർ ആ ഒരു ടോട്ടൽ ആയിട്ടുള്ള റൂളേഴ്സ് പഠിച്ചു. ഇത്രയും ഡീറ്റെയിൽസിലേക്ക് ഈ ചാപ്റ്ററിലേക്ക് ഇതിലെവിടെയും ഡിസ്കസ് ചെയ്യുന്നില്ല, ബട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് എനിക്ക് തോന്നി. കാരണം നമുക്ക് ടെസ്റ്റ് സീരീസ് നടത്തുമ്പോൾ ഇത്തരം കുറച്ച് ബേസിക് ഇൻഫർമേഷൻ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ദെൻ ഇവിടെ താരിഖിനെ കുറിച്ച് പറയുന്നുണ്ട്. താരിഖ് എന്ന് പറയുന്നത് ലിറ്റററി വർക്കാണ്. ഓക്കെ, ലിറ്റററി വർക്കാണ് ആൻഡ് ദ ലാംഗ്വേജ് of administration under the Delhi Sultanates. So they were the authors of the Tariq, literary works ആണ്, and they were the learned man. അപ്പം അങ്ങനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ജസ്റ്റ് റീഡ് അബൌട്ട് ഇറ്റ്. അപ്പൊ ഇങ്ങനത്തെ ബുക്കുകളൊക്കെ ഇതിൽ പറയുന്ന സമയത്ത് ഓക്കെ, ഫക്കർ ഇ മുദാബിർ. സോ ഇവിടെ ജസ്റ്റ് ഒരു കാര്യം ഓർത്ത് വെക്കാം, ഇത്തരത്തില് ഫക്കർ ഇ മുദാബിർ. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ടോപ്പിലുള്ള വേർഡ് ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, ദിസ് റിലേറ്റഡ് ടു ജസ്റ്റിസ്, സർക്കിൾ ഓഫ് ജസ്റ്റിസ്. അപ്പം ഈ ഒരു ഗ്രന്ഥം അല്ലെങ്കിൽ ഈ ഒരു ബുക്ക് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് യു ഷുഡ് ബിൽഡ് ദിസ് കണക്ഷൻ. ഈ ഒരു ലിറ്റററി വർക്ക് അല്ലെങ്കിൽ ഈ ഒരു സാധനം സംതിങ് റിലേറ്റഡ് ടു ജസ്റ്റിസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, ഇത് ലൈക്ക് റെലവെന്റ് ആയിട്ടുള്ള കാര്യമല്ല, ബട്ട് എനിവേ യു ഹാവ് ടു റീഡ് അബൌട്ട് ഇറ്റ്. എക്സ്ട്രാ വരുന്ന ഇൻഫർമേഷൻസ് ആണ്, ബട്ട് ട്രൈ ടു റീഡ് ഇറ്റ്. ദെൻ അന്നത്തെ കാലഘട്ടത്തിൽ ഓരോ റൂളേഴ്സും ഡിഫറെന്റ് രൂപത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റംസ് ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചില റൂളേഴ്സ് ഓക്കെ, ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഇൽത്തുമിഷിന്റെ അല്ലെങ്കിൽ ഇൽത്തുമിഷിന് മുമ്പ് ലൈക്ക് ഇൽത്തുമിഷ് കഴിഞ്ഞിട്ട് പിന്നീട് ബാൽബൻ വരുന്നുണ്ട്. അപ്പൊ ഇൽത്തുമിഷിന്റെ കാലഘട്ടത്തിലായാലും ഇപ്പൊ നമ്മൾ പറഞ്ഞു കുത്തബുദ്ദീൻ ഐബക്ക് പറഞ്ഞു. ഓക്കെ, കുത്തബുദ്ദീൻ ഐബക്ക് 1206 കുത്തബുദ്ദീൻ ഐബക്ക് കഴിഞ്ഞിട്ട് ഇൽത്തുമിഷ് വരുന്നുണ്ട്. ഇൽത്തുമിഷിനെ ആൺമക്കളായിട്ട് കേപ്പബിൾ ആയിട്ടുള്ള ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം സുൽത്താന റസിയക്ക് എന്ത് ചെയ്തു, അധികാരം കൈമാറുന്നുണ്ട് 1236. പിന്നീട് 1240 വരെ സുൽത്താന റസിയ റൂൾ ചെയ്യുന്നു. അതിനുശേഷം ബാൽബൻ അധികാരത്തിലേക്ക് വരുന്നുണ്ട്. അപ്പം ഇവരുടെ കാലഘട്ടത്തിലൊന്നും ഒരു പോസ്റ്റും ഹെറിഡിറ്ററി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ലൈക്ക് രാജാവുണ്ട്, ആ രാജാവിന്റെ കീഴിൽ ഒരു പോസ്റ്റ് ഉണ്ട്. സേ ഫോർ എക്സാമ്പിൾ ഒരു കളക്ടർ പോസ്റ്റ് ഉണ്ട്. ഓക്കെ, ഈ കളക്ടർ പോസ്റ്റ് ഒരാൾക്ക് അസൈൻ ചെയ്ത് കൊടുത്തു, സേ ഫോർ എക്സാമ്പിൾ എ.
ഇദ്ദേഹത്തിന്റെ മരണശേഷം ഇദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ബിക്ക് കൊടുക്കുന്നതിനെയാണ് ഹെറിഡിറ്ററി പോസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹെറിഡിറ്ററി ആയിട്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അതേ പോസ്റ്റ് അടുത്ത ആൾക്ക് കൊടുക്കുന്നത്. പക്ഷെ ഈ രൂപത്തില് ഇവരാരും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഹെറിഡിറ്ററി ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, എസ്പെഷ്യലി ലൈക്ക് ബാൽബൻ. ഇൽത്തുമിഷ് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു, ബട്ട് ബാൽബൻ അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ബാൽബൻ എന്ന് പറയുന്നത് ഹി വാസ് വെരി സ്ട്രോങ് ഇൻ ദ സെൻസ് ലൈക്ക് ഒരു തരത്തിലും ഒരു അപ്പീസ്മെന്റ് അംഗീകരിക്കാത്ത അല്ലെങ്കിൽ സ്വീകരിക്കാത്ത ഒരാളായിരുന്നു ബാൽബൻ എന്ന് പറയുന്നത്. ഹിസ് പോളിസി ഈസ് നോൺ ആസ് ബ്ലഡ് ആൻഡ് അയൺ. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഒന്നെങ്കിൽ സ്നേഹത്തോടെ നിൽക്കുക, തെറ്റാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കൊല്ലും അല്ലെങ്കിൽ തുറങ്കിൽ അടയ്ക്കും. ഇതാണ് ബാൽബന്റെ പോളിസി. അവിടെ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം മകനെ വരെ അദ്ദേഹം കൊന്നു കളഞ്ഞിട്ടുണ്ട് തെറ്റ് ചെയ്തതിന്റെ പേരിൽ. സോ ഹി വാസ് ലൈക്ക് ദാറ്റ് മച്ച് ഇൻ ടു ജസ്റ്റിസ്. തെറ്റാണോ അത് അദ്ദേഹം കണ്ണടച്ച് നടപ്പാക്കും. ഓക്കെ, രാജ്യത്തിനെതിരെ അല്ലെങ്കിൽ ഭരണാധികാരിക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള റിവോൾട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലുള്ള തെറ്റ് അഴിമതിയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ വധശിക്ഷ കൊടുത്തിട്ടുണ്ട്. സോ സ്വന്തം മകനെ പോലും അഴിമതിയുടെ പേരിൽ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, വധശിക്ഷയ്ക്ക് വിളിച്ച് കൊന്നു കളഞ്ഞിട്ടുണ്ട്. സോ രണ്ട് രീതിയിൽ നമുക്ക് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാം. ഒന്നിൽ കണ്ണിച്ചോരില്ലാത്ത ആളെന്ന് പറയാം, അല്ലെങ്കിൽ ചില ആളുകൾ വളരെ ജസ്റ്റിസ് എന്നുള്ള രൂപത്തിൽ. എനിവേ, നമ്മൾ എന്ത് കാര്യം പറയുമ്പോഴും അതിന് രണ്ട് സൈഡും ഉണ്ടായിരിക്കും. അപ്പൊ ആ രൂപത്തിലൊക്കെ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ ഇന്റർപ്രറ്റ് ചെയ്തിട്ടുണ്ട്. എനിവേ, ഇവിടെ ഈ സുൽത്താന റസിയനെ കുറിച്ചിട്ടും ബാൽബനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. ജസ്റ്റ് റീഡ് അബൌട്ട് ഇറ്റ്. അപ്പം 1236 കുത്തബുദ്ദീൻ ഐബക്ക് കഴിഞ്ഞിട്ട് പിന്നീട് അധികാരത്തിലേക്ക് വരുന്നത് ഇൽത്തുമിഷ് ആണ്. ഇൽത്തുമിഷിന് വളരെ കഴിവുള്ള ആരും എന്തുണ്ടായിരുന്നില്ല, ആൺമക്കളായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതേ സമയത്ത് നല്ല കഴിവുള്ള റസിയ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഫോർ ദ ഫസ്റ്റ് ടൈം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വുമൺ റൂളർ ഇസ് കമ്മിങ് ഇൻ ദ ഡൽഹി സുൽത്താനേറ്റ്, ആൻഡ് ദാറ്റ് വാസ് സുൽത്താന റസിയ, ആൻഡ് ഷീ റൂൾഡ് ഫോർ 4 years. അപ്പൊ അദ്ദേഹത്തിന്റെ ഭരണത്തിലുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് സുൽത്താന റസിയ ഒരു പെണ്ണായിട്ട് നിന്ന് തന്നെയാണ് ഭരണം നടത്തിയിട്ടുള്ളത്. ഓക്കെ, ഒരു ആണുങ്ങളുടേതായിട്ടുള്ള വേഷപരിഷ്കാരങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ബട്ട് ആസ് എ റൂളർ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണോ അത് മുഴുവൻ അവർ ചെയ്തിട്ടുണ്ട്. കാരണം അന്നത്തെ കാലഘട്ടത്തില് സ്ത്രീകൾ ഒരിക്കലും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അന്യ പുരുഷന്മാരുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ മുഖത്ത് ഒരു മുടുപടമൊക്കെ ഇട്ടുകൊണ്ടായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള മുടുപടമൊക്കെ ഒഴിവാക്കിയിട്ട് രാജസദസ്സിന് മുമ്പിലേക്ക് വന്നിട്ട് പ്രോപ്പറായിട്ട് രാജകാര്യങ്ങളിൽ ഡിസ്കസ് ചെയ്ത് അങ്ങനെ ഭരണം നടത്തിയിട്ടുള്ള ഒരാളായിരുന്നു റസിയ എന്ന് പറയുന്നത്. ബട്ട് അവരുടെ അറ്റയർ വസ്ത്രങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് സ്ത്രീകൾ ഭരിക്കുന്ന അതേ വസ്ത്രങ്ങൾ തന്നെയായിരുന്നു അവർ ധരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതേസമയം യുദ്ധത്തിന് മുന്നിൽ നിന്ന് നയിച്ചിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ലൈക്ക് എ നോർമൽ റൂളർ. ഒരു സാധാരണ റൂളറെ പോലെ തന്നെ അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ലൈക്ക് ഇത്തരത്തിലുള്ള യുദ്ധം മുന്നിൽ നിന്ന് നയിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ പറയാൻ കാരണമുണ്ട്, കുറച്ചുകൂടെ കഴിയുന്ന സമയത്ത് യു വിൽ ഗെറ്റ് ടു നോ. ഓക്കെ, കാരണം അവിടെ ഒരു കമ്പാരിസൺ വരുന്നുണ്ട്. അപ്പൊ അവിടേക്ക് നിങ്ങൾക്ക് ഈ ഒരു ഓരോ ഇൻഫർമേഷനും ആവശ്യമായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഫൈനലി 1240 സമയത്ത് അവര് അതായത് അധികാരത്തിൽ നിന്ന് അവരെന്ത് ചെയ്യുന്നുണ്ട്, നീക്കം ചെയ്യുന്നുണ്ട്. ദെൻ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ലൈക്ക് ഒരു ഓഥർ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു ലിറ്റററി വർക്ക് ആയിരുന്നു മിൻഹാജ് സിറാജിന്റെ. സോ അദ്ദേഹം എന്താണ് റസിയനെ കുറിച്ച് എഴുതിയിട്ടുള്ളത് എന്നുള്ളത് യു ക്യാൻ റീഡ് അബൌട്ട് ഇറ്റ്. അപ്പം ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, കാക്കാത്തിയ ഡൈനസ്റ്റി, ഓക്കെ, ഓഫ് വാറങ്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ആന്ധ്രാപ്രദേശ് തെലങ്കാന റീജിയനിൽ വരുന്നതാണ്. സോ മോഡേൺ ഡേ ആന്ധ്രാപ്രദേശിൽ വരുന്നതാണ് കാക്കാത്തിയ ഡൈനസ്റ്റി എന്ന് പറയുന്നത്. ദർ വാസ് വൺ റൂളർ കോൾഡ് രുദ്രമ്മ ദേവി. ഓക്കെ, രുദ്രമ്മ ദേവി നിങ്ങൾ ചിലപ്പം ഈ ഒരു കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് അനുഷ്കയുടെ ഒരു സിനിമയുണ്ട്. ഓക്കെ, ബാഹുബലിയിലെ ഒരു ഹീറോയിൻ ഉണ്ടല്ലോ, അവരുടെ അതിനു മുമ്പോ ശേഷം എങ്ങാണ്ടുണ്ട ഒരു പടമായിരുന്നു രുദ്രമ്മ ദേവി എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു 2017 16 അങ്ങാണ്ട് റിലീസായ ഒരു പടമാണ്. എനിക്കൊന്ന് ബാഹുബലി കഴിഞ്ഞിട്ട് അങ്ങാണ്ട് തന്നെ റിലീസായ ഒരു പടം തോന്നുന്നു, ഫസ്റ്റ് കഴിഞ്ഞിട്ട് റിലീസായ ഒരു പടം തോന്നുന്നു. ഈ രുദ്രമ ദേവി റിലീസ് ചെയ്ത ആ വർഷമാണ് കാക്കാത്തിയ ഡൈനസ്റ്റിയെ കുറിച്ചിട്ട് UPSC ചോദ്യം ചോദിച്ചു. ഓക്കെ, യു ക്യാൻ സി ആ 2016 അങ്ങാണ്ടാണ് 16 17 സിനിമ റിലീസ് ആകുന്നത്. ദെൻ ദേ ആസ്ക്ഡ് ദിസ് ക്വസ്റ്റ്യൻ, കാക്കാത്തിയ കിങ്ഡത്തിനെ കുറിച്ചിട്ട് ചോദ്യം വന്നു 2018 UPSCയുടെ പ്രിലിംസ് പേപ്പർ എടുത്താൽ യു ക്യാൻ സി ദിസ്. ഓക്കെ, സോ UPSC is like clearly watching what is happening in the surrounding. അപ്പം ഈ രുദ്രമ ദേവിയുടെ കേസിലേക്ക് വരുന്ന സമയത്ത് ഷി വാസ് ആൾസോ എ വുമൺ റൂളർ. പക്ഷേ താൻ ഒരു വനിതയാണ് എന്ന് ആരെയും അറിയിക്കാതെ, അല്ലെങ്കിൽ പുറത്തുള്ള ആളുകളെ അറിയിക്കാതെ സ്ത്രീ ഒരു പുരുഷ വേഷം കെട്ടിക്കൊണ്ടായിരുന്നു അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദാറ്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ രുദ്രമ ദേവി ആൻഡ് സുൽത്താന റസിയ. സുൽത്താന റസിയ സ്ത്രീ അവരുടേതായിട്ടുള്ള വസ്ത്രധാരണം ചെയ്തുകൊണ്ട്, ബട്ട് ആണുങ്ങൾ ചെയ്യുന്ന പോലെ യുദ്ധം ചെയ്ത് അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് രുദ്രമ ദേവിയുടെ കേസിലേക്ക് വരുന്ന സമയത്ത് ഷീ പ്രിട്ടൻഡ് ടു ബി എ
men. അപ്പൊ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യേണ്ടി വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദി പാട്രിയാർക്കിയൽ മൈൻഡ് സെറ്റ്. ഈവൻ ദോ ദേ വർ സ്ട്രോങ്, രുദ്രമ്മ ദേവി ഓർ ദ സുൽത്താന റസിയ, ദേ വർ സ്ട്രോങ്. It was because of their societal attitude that one forced to pretend to be a man and the other were removed from the throne. അപ്പൊ ഇത് നിങ്ങൾ എസ് ഒക്കെ എഴുതുന്ന സമയത്ത് ജെൻഡർ ഇക്വാലിറ്റിനെ കുറിച്ചിട്ടുള്ള എസ് വരുമ്പം അവിടെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന 2 എക്സാമ്പിൾ ആണ്. ഒന്ന് രുദ്രമ്മ ദേവിയും അതുപോലെ തന്നെ സുൽത്താന റസിയയും. ദേ വേർ ദ കേപ്പബിൾ റൂളേഴ്സ്. അപ്പൊ ഇൽത്തുമിഷിന്റെ മക്കളിൽ മറ്റാരേക്കാളും കേപ്പബിൾ ആയിട്ടുള്ളത് സുൽത്താന റസിയ ആയിരുന്നു. പക്ഷേ റസിയ അല്ലെങ്കിൽ ഒരു പെണ്ണ് തങ്ങളെ ഭരിക്കുന്നത് മറ്റുള്ളവർക്ക് അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രം 1240 അവരെ പുറത്താക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു സ്ത്രീ ഭരിക്കുന്നത് തന്റെ ജനങ്ങൾ അംഗീകരിക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് രുദ്രമ്മ ദേവി ഷി പ്രിറ്റൻഡ് ടു ബി എ മെൻ, അവരുടെ വെരി ഓൺ ഐഡന്റിറ്റിയെ മറച്ചു വെച്ച് വളരെ കാലത്തോളം ആ രാജ്യത്തിന് പ്രോസ്പെരിറ്റി ഉണ്ടാക്കി. സോ ഷി ഹാഡ് ദ സ്കിൽ, ഷി ഹാഡ് ദ പൊട്ടൻഷ്യൽ, ഷി ഹാഡ് ദ ആപ്റ്റിറ്റ്യൂഡ്. Okay, she had the courage, but even though she had to cover up her identity because of the social attitude. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ എസ് ഐയിലേക്ക് അല്ലെങ്കിൽ എത്തിക്സിലേക്കൊക്കെ വരുമ്പം ഹിസ്റ്ററിയിലുള്ള എക്സാമ്പിൾസിനെ കൊണ്ടുവരേണ്ടത്. ഓക്കെ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. Okay, exactly. So you have to bring this kinds of examples there. And again, there was like another ruler. She was from the Kashmir. Okay, Queen Dida. അത് 980 കാലഘട്ടത്തിൽ കാശ്മീർ റൂൾ ചെയ്തിട്ടുണ്ടായിരുന്നതായിരുന്നു. സോ ദർ വർ ലൈക്ക് 3 ഡിഫറെന്റ് റൂളേഴ്സ്, വുമൺ റൂളേഴ്സ്. ഇപ്പൊ സ്വാഭാവികമായിട്ടും UPSC വുമൺ റൂളേഴ്സിനെ കുറിച്ചിട്ട് ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗെറ്റ് ദ പോയിന്റ്സ് ഫ്രം ഹിയർ. മേജർലി 3 പേരുണ്ട്. അവരുടെ കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക, അവരുടെ ലൊക്കേഷൻസ് ഒന്ന് ഓർത്ത് വെക്കുക. വൺ വാസ് ഫ്രം ദ കാശ്മീർ, ഓക്കെ, ആൻഡ് ദാറ്റ് വാസ് ക്യൂൻ ദിദ. ദെൻ ദ സെക്കൻഡ് വാസ് സുൽത്താന റസിയ, ഷി വാസ് ഫ്രം ദ ഡൽഹി slave dynasty 1236 1240. Then finally it is coming to the Kakatiya dynasty, Rudrama Devi 1262 1289. Okay, so our കാലഘട്ടം അതുപോലെ ലൊക്കേഷൻസ് ഒന്ന് ഓർത്ത് വെക്കുക. ആൻഡ് ദാറ്റ് ഇസ് ഫ്രം സൗത്ത് ഇന്ത്യ, ആന്ധ്രാപ്രദേശ്. അപ്പൊ അത്രയും കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒന്ന് ഓർത്ത് വെക്കേണ്ടതാണ്. ദെൻ അഡ്മിനിസ്ട്രേഷൻ അണ്ടർ ദി ഗിൽജി ആൻഡ് ദ തുഗ്ലക് ഡൈനസ്റ്റി. അപ്പം ഇവിടെയായിരുന്നു ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു മേജർ ആയിട്ടുള്ള കാര്യമായിരുന്നു ബന്ദ്ഗൻ എന്ന് പറയുന്നത്. ബന്ദ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടച്ചു വെക്കുക അല്ലെങ്കിൽ ലൈക്ക് പൂട്ടി വെക്കുക എന്നുള്ളതൊക്കെ അർത്ഥമാണ്. സോ ഞാൻ ബന്ധനത്തിൽ വെക്കുന്നു അല്ലെങ്കിൽ ബന്ധിൽ വെക്കുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് ദിസ് ഇസ് ഫോർ ദ സ്ലേവ്സ്. ഓക്കെ, സോ സ്ലേവ്സ്. അപ്പൊ ഈ സ്ലേവ്സിൽ ഉണ്ടായിരുന്ന ആളുകളെയാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് ആദ്യകാലങ്ങളിൽ. ഇപ്പൊ ഗിൽജി ഡൈനസ്റ്റി ആയി കഴിഞ്ഞാലും അല്ലെങ്കിൽ സ്ലേവ് ഡൈനസ്റ്റിയിലൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ, ഈ സ്ലേവ്സിൽ ഉണ്ടായിരുന്ന ആളുകളായിരുന്നു അവരുടെ മിലിറ്ററി സർവീസിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ മിലിറ്ററി സർവീസിൽ നല്ല ലൈക്ക് പ്രകടനം കാഴ്ചവെക്കുന്ന, അതുപോലെ തന്നെ നല്ല ലോയൽറ്റി കാഴ്ചവെക്കുന്ന ആളുകളെ അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിട്ട് പ്രൊമോട്ട് ചെയ്തു. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിട്ട് പ്രൊമോട്ട് ചെയ്തു. അപ്പം ഇത് എത്രത്തോളമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബന്ധുഗൻ അല്ലെങ്കിൽ ഈ സ്ലേവ്സ് എന്ന് പറയുന്നത് അവരുടെ മക്കളോട് കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ ആത്മാർത്ഥത അവരവരുടെ രാജാവിനോട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവരുടെ രാജാവിനോട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ രാജാവിന്റെ മോസ്റ്റ് ട്രസ്റ്റഡ് പേഴ്സൺസ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സ്ലേവുകളായിരിക്കും. ഓക്കെ, സോ അതുകൊണ്ടാണ് കുത്തബുദ്ദീൻ ഐബക്കിന്റെ സ്ലേവ് ആയിരുന്നു ആര്? ഇൽത്തുമിഷ്. ഓക്കെ, ഇൽത്തുമിഷ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവർ രണ്ടുപേരുമാണ് ആക്ച്വലി സ്ലേവ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. ഇൽത്തുമിഷിന് ശേഷം വരുന്ന റസിയ. സോ റസിയ എന്ന് പറയുന്നതും അദ്ദേഹത്തിന് ഒരു അടിമ സ്ത്രീയിൽ ഉണ്ടായിട്ടുള്ള ഒരു കുട്ടിയാണ്. ബട്ട് എനിവേ അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള ഒരു സന്താനം തന്നെയാണ്, മകള് തന്നെയാണ്. സോ ദെൻ റസിയ കമ്മിങ് ഇൻ ടു പവർ. ഇവിടെ മുതലാണ് ഒരു ചേഞ്ച് വരുന്നത്. പക്ഷെ കുത്തബുദ്ദീൻ ഐബക്ക് എന്ന് പറയുന്നത് മുഹമ്മദ് ഗോറിയുടെ ഒക്കെ ഒരു അടിമയായിട്ട് വന്ന ഒരാളാണ്. അപ്പം എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുത്തബുദ്ദീൻ ഐബക്ക് അദ്ദേഹത്തിന്റെ സിംഹാസനത്തിൽ ഇരുന്നിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ഈ കൺസിഡേർഡ് ആ ഒരു സിംഹാസനം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മാസ്റ്റർതാണ്. അപ്പം ഇതിന് താഴെ മറ്റൊരു ചെയർ ഇട്ടിട്ട് മറ്റൊരു ചെറിയ സിംഹാസനം ഉണ്ടാക്കി ഇവിടെയായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത്രത്തോളം ലോയൽറ്റി ഇവർ കാണിക്കുന്നത് കൊണ്ട് തന്നെ ദ കിങ്സ് ട്രസ്റ്റഡ് ദം. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ജസ്റ്റ് റീഡ് അബൌട്ട് ഇറ്റ്. ഓക്കെ, ദെൻ ദ ബന്ധൻ സിസ്റ്റത്തിനെ കുറിച്ചിട്ട് ഇവിടെ ബാക്കി പറയുന്നുണ്ട്. ദെൻ ഹൗ ദേ ആർ ലൈക്ക് റൈസിങ് ഇൻ ടു ദ പവേഴ്സ്, ദെൻ ദ സ്ലേവ്സ്, ദെയർ ലോയൽറ്റി ടു ദ മാസ്റ്റേഴ്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ലൈക്ക് ബേസിക് ആയിട്ടുള്ള സിമ്പിൾ സ്റ്റോറിയാണ്. നമ്മുടെ ഹിസ്റ്ററി പെർസ്പെക്റ്റീവില് അത്ര ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ ഒരു കാലഘട്ടം മനസ്സിലാക്കി വെക്കാൻ ഇറ്റ് ഈസ് വെരി സിഗ്നിഫിക്കൻറ്റ്. സോ യു ഹാവ് ടു റീഡ് ഇറ്റ്. എനിവേ വൺ ടൈം റീഡിങ് നിങ്ങൾ അത് ചെയ്യണം.
ഞാൻ നേരത്തെ പറഞ്ഞ ഇക്ത സിസ്റ്റത്തിനെ കുറിച്ചിട്ടും മുക്തിനെ കുറിച്ചിട്ടൊക്കെ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. യു ഹാവ് ടു റീഡ് അബൌട്ട് ഇറ്റ്. ഈ മുക്ത എന്ന് പറയുന്നതിന്റെ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, സോ ഇത് വരുന്നത് ഗിൽജി ഡൈനസ്റ്റി അല്ലെ തുഗ്ലക് ഡൈനസ്റ്റി ഒക്കെയാണ് എന്നുള്ള ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചു തന്ന ആ ഒരു PYQ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈസിലി ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് ഓക്കെ, ദ ഇക്ത സിസ്റ്റം ഓഫ് ദ സുൽത്താൻസ് ഓഫ് ദ ഡൽഹി വാസ് ആൻ ആൻഷ്യൻ ഇൻഡിജിനസ് സിസ്റ്റം. ഇത് റോങ് ആണ് എന്നുള്ളത് ഒറ്റയടിക്ക് നിങ്ങൾക്ക് കിട്ടും. സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ദിസ് സ്റ്റേറ്റ്മെന്റ് ഗോൺ. ഇനി ഒരു 50% നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താം. ഓക്കെ, സോ ആമിലിനെ കുറിച്ചും ഐ തിങ്ക് ലൈക്ക് സംവർ ഇതിൽ എവിടെയോ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ മുക്തീസിനെ കുറിച്ചിട്ടും ഇക്താസിനെ കുറിച്ചിട്ടും വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് തന്നെ റീഡ് ചെയ്ത് പ്രോപ്പർ ആയിട്ട് നോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ദെൻ there ദിസ് കമ്പാരിസൺ ഓഫ് ദി അലാവുദ്ദീൻ ഖിൽജി ആൻഡ് ദ മുഹമ്മദ് ബിൻ തുഗ്ലക്, അവരെ കുറിച്ചിട്ട് അവിടെ പറയുന്നുണ്ട്. ടാക്സേഷൻ സിസ്റ്റത്തിനെ കുറിച്ചിട്ടും റവന്യൂവിനെ കുറിച്ചൊക്കെ പറയുന്നു. സോ യു ഹാവ് ടു റീഡ് അബൌട്ട് ഇറ്റ്. ദെൻ there is this mention of the കർജ് ലാൻഡ്. കർജ് ലാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലാൻഡിനെ നമ്മൾ കൾട്ടിവേഷന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യും എന്ന് പറയുന്നത്. സോ ഗർജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കർജ് ലാൻഡ് എന്ന് പറയുന്നത് മോസ്റ്റ് ഫെർട്ടൈൽ ലാൻഡ് ആണ്. ഓക്കെ, ഫെർട്ടൈൽ ലാൻഡിനെയാണ് അന്നത്തെ കാലഘട്ടത്തിൽ കർജ് ലാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം അതൊന്നും അവിടെ ഓർത്ത് വെക്കുക. ദെൻ ഫർദർ ആയിട്ടുള്ള എക്സ്പെഡീഷൻസ്, ഡൽഹി സുൽത്താനേറ്റ്സിന്റെ കാലത്ത് ഉണ്ടായിരുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്പെഡീഷൻസ് കോൺക്വസ്റ്റിനെ കുറിച്ചിട്ടൊക്കെ ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് റീഡ് അബൌട്ട് ഇറ്റ്. ദെൻ ഇബ്നു ബത്തൂത്ത വരുന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ഒരു കാലഘട്ടത്തിലാണ്. ഹി ഈസ് കമ്മിങ് ഫ്രം ദ മൊറോക്കോ. ഓക്കെ, ആഫ്രിക്കയിൽ നിന്നാണ്. സോ ഇബ്നു ബത്തൂത്ത അദ്ദേഹത്തിന്റെ ഭരണത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഇവിടെ ഒന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഇബ്നു ബത്തൂത്തിനെ പിടിച്ചിട്ട് ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ജഡ്ജായിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ജസ്റ്റ് കോണ്ടെക്സ്റ്റലി പറഞ്ഞെന്ന് മാത്രം. ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് പഠിക്കും. ദെൻ മൊങ്കോൾ ഇൻവേഷൻ അണ്ടർ ദ ചെങ്കിസ് ഖാൻ. ഓക്കെ, ഇൻവേഡഡ് 1219. ഇത് ആരുടെ കാലഘട്ടമാണ്? ഇൽത്തുമിഷ് ആണ്. കാരണം ഇൽത്തുമിഷ് കഴിഞ്ഞ 1236 ആകുമ്പോഴാണ് റസിയ വരുന്നത്. സോ ചെങ്കിസ് ഖാൻ കമ്മിങ് ഡ്യൂറിംഗ് ദ ടൈം ഓഫ് ദ ഇൽത്തുമിഷ്. ഓക്കെ, ദെൻ അലാവുദ്ദീൻ ഖിൽജിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു അറ്റാക്കിനെ കുറിച്ച് ലൈക്ക് ബേസിക് ആയിട്ടുള്ള കാര്യം മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ കുറിച്ചിട്ടും ഇവിടെ പറയുന്നുണ്ട്. ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന പാറ്റേൺ ശ്രദ്ധിക്കുക. During the reign of the Iltutmish, Genghis Khan reached the Indus in pursuit of the fugitive. Like ഈ സാധനം. So anyway, attack ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. Okay, so this statement becomes true. Then Muhammad bin Tughlaq. Okay, so ആ ഒരു പാറ്റേൺ പറഞ്ഞിട്ടുള്ള രണ്ടുപേരും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ക്വസ്റ്റ്യൻ 2021 ക്വസ്റ്റ്യൻ 22 ഇവിടെയും റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണാം. Then it also talks about Alauddin Khilji. Okay, so ഈ NCERT വായിക്കുന്ന സമയത്ത് തന്നെ you will get a very clear idea where you have to focus. Okay, so exactly അതുപോലെ തന്നെയാണ് UPSCയുടെ ക്വസ്റ്റ്യൻസും ഫ്രെയിം ചെയ്ത് വരുന്നത്. പക്ഷേ ഇതിന്റെ കുറച്ചുകൂടി ഒരു ഡെപ്തിലുള്ള പഠനം നിങ്ങൾക്ക് ആവശ്യമുണ്ട്. That you will get from the history class. Okay, നമ്മുടെ റെഗുലർ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് you will get that depth of the knowledge. But അതിന്റെ foundation you will get it from here. Okay, so this is how the NCERT is closely related to UPSC questions. Very closely. Okay. അപ്പോൾ ഈ ഒരു NCERT ക്ലാസ് കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൾമോസ്റ്റ് ലൈക്ക് 20-30% ഓഫ് യുവർ UPSC സ്റ്റഡി വിൽ ബി കംപ്ലീറ്റ്. നൗ ദെൻ ഇറ്റ് ടോക്സ് അബൌട്ട് ദ സുൽത്താനേറ്റ് ഇൻ ദ 15th and the 16th century. ഇവിടേക്ക് വരുന്ന സമയത്താണ് തുഗ്ലക്ക് പോയിട്ട് സെയ്ദ് ഡൈനസ്റ്റി വരുന്നുണ്ട്, പിന്നെ ലൈക്ക് ലോധി ഡൈനസ്റ്റി വരുന്നുണ്ട്. ആൻഡ് ദ ഫൈനൽ ദ ലാസ്റ്റ് ലോധി വാസ് ദ ഇബ്രാഹിം ലോധി. 1526 he lost to the Mughal or like Babur. ദെൻ ഷേർഷാ സൂരി 1540 മുതൽ 45 വരെയുള്ള ഒരു കാലഘട്ടവും പിന്നീട് ഓക്കെ സോറി നോട്ട് ദി 45 50 വരെയുള്ള കാലഘട്ടത്തിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, സോ ഈ കാലഘട്ടത്തിൽ ഹി വാസ് എ മാനേജർ. അതിനുശേഷം പിന്നീട് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഹി ബിക്കമിങ് ദ റൂളർ. ആരെ? ഹുമയൂണിനെ തന്നെ പുറത്താക്കിയിട്ട് ഏകദേശം 40 മുതൽ 55 വരെയുള്ള കാലഘട്ടത്തിലേക്ക് അദ്ദേഹമാണ് ഭരണത്തിലിരിക്കുന്നത്. അപ്പൊ ഹുമയൂണ് അധികാരത്തിലേക്ക് വരുന്ന കാലഘട്ടം തന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇറ്റ് വാസ് ഇൻ ആൻഡ് അറൌണ്ട് 1530 ഒരു 10 വർഷക്കാലം 1540 വരെ നിൽക്കുന്നുണ്ട്. പിന്നെ 1555 പുറത്താക്കി 56 ഹുമയൂണ് മരിക്കുന്നുണ്ട്. സോ പുറത്താക്കി ഒരു വർഷം കഴിഞ്ഞതോട് കൂടിയിട്ട് ഈ ഡെഡ്. അപ്പം അതിന്റെയൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ദെൻ അലാവുദ്ദീൻ ഖിൽജിയുടെ സാധനത്തിന് ഷേർഷാ സൂരി ബോറോ ചെയ്യുന്നു എന്നുള്ളതും അത് പിന്നീട് അക്ബറിലേക്ക് എത്തുന്നുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഇറ്റ് ഇസ് ഗിവൺ ഓവർ ഹിയർ. സോ ജസ്റ്റ് റീഡ് അബൌട്ട് ഇറ്റ്. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഡൽഹി സുൽത്താനേറ്റ്സിന്റെയും മുഗൾ എംപയറിന്റെയും ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് നമ്മൾ പഠിച്ചു. ഇനി ഹിസ്റ്ററി ക്ലാസ്സിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഈ ഫ്രെയിം വർക്കിന്റെ ഉള്ളിലേക്ക് ഫാക്ട്സ് ആൻഡ് ഇൻഫർമേഷൻസ് നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ,
സോ ആ ഒരു സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക് വളരെ കൃത്യമായിരിക്കണം, ക്രോണോളജിക്കൽ ഓർഡർ വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ മെമ്മറിയിൽ ഉണ്ടായിരിക്കണം, ഓരോരുത്തരുടെ കാലഘട്ടം വളരെ കൃത്യമായിട്ട് ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, സോ എന്നാൽ മാത്രമേ പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പം ഈ ഡൽഹി സുൽത്താനേറ്റ്സും മുഗൾസും പഠിക്കാൻ നിങ്ങൾക്ക് കുറെ കൂടെ എളുപ്പമാണ് കമ്പയർഡ് ടു ദ സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്തുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പേര് സൈമൾട്ടേനിയസ്ലി എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് റൂളേഴ്സിനെ പഠിക്കണം. ലൈക്ക് ചേര പഠിക്കണം. ഓക്കെ, ദെൻ ചോള ഡൈനസ്റ്റി. ചോള ഡൈനസ്റ്റിയിൽ തന്നെ ലൈക്ക് കുറച്ചുകൂടെ കഴിഞ്ഞ സമയത്ത് പാണ്ഡ്യ ഡൈനസ്റ്റി വരുന്നുണ്ട്, ദെൻ ചോള ഡൈനസ്റ്റി വരുന്നുണ്ട്, ഓക്കെ, പല്ലവ ഡൈനസ്റ്റി വരുന്നുണ്ട്, ചാലൂക്യാസ് വരുന്നുണ്ട്. ചാലൂക്യാസിൽ തന്നെ ലൈക്ക് ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ ചാലൂക്യാസ് വരുന്നുണ്ട്, ദെൻ ഫൈനലി ലൈക്ക് രാഷ്ട്രകൂടാസ് വരുന്നുണ്ട്. ഓക്കെ, ദെൻ ഇവിടുന്ന് വരുന്ന സമയത്ത് പാലാസ് വരുന്നുണ്ട്. ദെൻ അതേ സമയത്ത് തന്നെ കുറച്ചുകൂടെ മുമ്പാണെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇവിടെ ലൈക്ക് നമ്മളിപ്പോൾ പഠിച്ച കാക്കാത്തിയ ഡൈനസ്റ്റി വരുന്നുണ്ട്. ഇവിടേക്ക് വരുന്ന സമയത്ത് ഗുർജാര പ്രതിഹാരാസ് വരുന്നുണ്ട്. ഓക്കെ, ദെൻ പരമാരാസ് വരുന്നുണ്ട്. ഇങ്ങനെ സൗത്ത് ഇന്ത്യയുടെ കേസിൽ ഒരുപാട് പേര് കിടക്കുന്നുണ്ട്. അപ്പൊ പല ആൾക്കാരെയും നമുക്ക് പഠിക്കേണ്ടി വരുന്നുണ്ട്. ഈവൻ ലൈക്ക് ബാമണി കിങ്ഡം വരുന്നുണ്ട്. ഓക്കെ, ബാമണി കിങ്ഡം അത് വരുന്നുണ്ട്. ദെൻ ബദാമി ചാലുക്യാസ്, കല്യാണി ചാലുക്യാസ്, ലൈക്ക് ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ ചാലുക്യാസ് വരുന്നുണ്ട്. ഗംഗാസ് വരുന്നുണ്ട്. ഓക്കെ, ഈസ്റ്റേൺ ഗംഗാസ് വരുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു കോംപ്ലിക്കേഷൻ എന്തിൽ വരുന്നില്ല? ഈ ഡൽഹി അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യ പഠിക്കുന്ന സമയത്ത് വരുന്നില്ല. അവിടെ കറക്റ്റ് ക്രോണോളജിക്കലി ഒരാൾ പോയിട്ട് അടുത്ത ആൾ വരുന്നു, ആ ഒരു ഓർഡറാണ്. ലൊക്കേഷനിൽ വലിയ ചേഞ്ച് വരുന്നില്ല, ഡൽഹി കേന്ദ്രമായിട്ടാണ് എല്ലാവരും വരുന്നത്. അപ്പം സൗത്ത് ഇന്ത്യ പഠിക്കുന്നതിനെക്കാട്ടിയും കുറെ കൂടെ ഈസിയാണ് നോർത്ത് ഇന്ത്യ പഠിക്കാൻ. ബട്ട് എനിവേ ആ ഒരു പ്രോപ്പർ ക്രോണോളജി കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ദെൻ സൗത്ത് ഇന്ത്യയുടെ ഇന്നലത്തെ ക്ലാസ് ഇഫ് പോസിബിൾ ഒന്നുകൂടെ ഒന്ന് റിവാച്ച് ചെയ്യും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. സോ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ ഇപ്പൊ പറഞ്ഞു തന്ന ഇൻഫർമേഷനിൽ? ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ തന്നെ ചോദിക്കാം, അതല്ലെങ്കിൽ പേഴ്സണലി എന്ത് ചെയ്യാം, എനിക്ക് മെസ്സേജ് അയക്കാം. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ. ഓക്കെ, ഫൈൻ. എന്നാല് ഹസ്ന ഒഴികെ ലൈക്ക് ഷേദ് ആൻഡ് സുമയ യു ക്യാൻ ഗോ. ഹസ്ന, ഐ വാണ്ട് സം ടൈം വിത്ത് യു. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു.